നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഗഹനമായിട്ടുള്ള ഒരു വിഷയമാണ്. ജ്യോതിഷത്തിലെ രാഹുവും കേതുവും 7-ൽ നിന്നാൽ ഉള്ള ഫലമാണ്. ഞാൻ ഓൾറെഡി വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു പഠനം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരത് കണ്ടിട്ടുമുണ്ട് എന്നെനിക്കറിയാം. ഡെസ്റ്റിനി പ്ലാനറ്റ്സിൻ്റെ ഒരു സീരീസ് തന്നെ നമ്മുടെ ഇതിനകത്തുണ്ട്. അതിൽ ഫസ്റ്റ് ഹൗസിൽ കേതു, 7th ഹൗസിൽ രാഹു, അതുപോലെ തന്നെ 7th ഹൗസിൽ കേതു, ഫസ്റ്റ് ഹൗസിൽ രാഹു എന്നുള്ള 2 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. കാരണം ഇല്ലെങ്കിൽ മുറിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. രാഹുവും കേതുവും പൊതുവെ മുറിഞ്ഞ ആൾക്കാരായതുകൊണ്ട്, പകുതി വെച്ചുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാതെ പോയേക്കാം. അതുകൊണ്ട് അത് കണ്ട ശേഷം വേണം ഇത് വന്ന് കാണാൻ. അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് കാണുക. വളരെ ചെറിയ വീഡിയോസാണത്. അതൊന്ന് കണ്ട ശേഷം വേണം ഇതിലേക്ക് വരാൻ. അപ്പം ജ്യോതിഷത്തിൽ രാഹുവും കേതുവും എന്ന് പറയുന്നത് കാർമിക് പ്ലാനറ്റ്സ് ആണെന്ന് ഓൾറെഡി അറിയാലോ. അപ്പം 7-ാം ഭാവത്തിൽ ഇവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് മുൻജന്മത്തിലെ ഇവരുടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ അപൂർണമായിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു സൂചനയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ നാം തീർക്കേണ്ട റിലേഷൻഷിപ്പുകളുടെ കാർമിക് ഡെപ്റ്റ്സ് ഇൻ റിലേഷൻഷിപ്പിൻ്റെ സൂചനയായിട്ടാണ് ഈ രാഹുവോ അല്ലെ കേതുവോ 7-ൽ വരുന്നത്. അത് 2 രീതിയിലാണുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാഹു നിൽക്കുന്ന ഭാഗം ആണ് ഒരാളെ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവേണ്ടത്. അത് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ ആ ജീവിതം ഭംഗിയാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്യാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തുടങ്ങാം. 7-ാം ഭാവമാണ് വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ 7th ഹൗസിലെ രാഹു, ലഗ്നത്തിലെ കേതു, ഈ സ്ഥാനം തന്നെ 7th ഹൗസ് രാഹു തന്നെ സൂചിപ്പിക്കുന്നത് ഈ ജന്മത്തിലെ നിങ്ങളുടെ പ്രധാന ഫോക്കസ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ് എന്നാണ്. ഉറപ്പാണ്. കാരണം 7th ഹൗസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്, കൂട്ടാളികളാണ്. അപ്പം വ്യാഴത്തിൻ്റെ ഒക്കെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഈശ്വരാരാധനയിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും സങ്കടങ്ങൾ കുറയ്ക്കാനും നമ്മളുടെ ജീവിതം നൈരാശ്യത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള വഴിവിട്ട യാത്രകളെ നമുക്ക് തടയിടാനും കഴിയും. വ്യാഴദൃഷ്ടിയില്ലാതെ 7-ൽ നിൽക്കുന്ന ഒരു രാഹു ആണെങ്കിൽ, അതിന് പാപബന്ധമുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ വിവാഹ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരും. വ്യാഴദൃഷ്ടി ഉണ്ടായിട്ട് തന്നെ പലരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഭ്രാന്തായിട്ടുണ്ട്. അപ്പം വ്യാഴദൃഷ്ടി ഇല്ലാത്തവരുടെ കാര്യം പറയണോ? അപ്പം പാസ്റ്റ് ലൈഫ് ഇൻഡിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കഴിഞ്ഞ ജന്മം അല്ലെങ്കിൽ ഒരു മുൻജന്മം. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ സ്വന്തം വളർച്ചയ്ക്കും ആത്മീയതയ്ക്കും അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സെൽഫിഷ്നെസ്സിന് വേണ്ടി അല്ല സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം പ്രാധാന്യം നൽകുന്നവരായിരിക്കാം എന്നുള്ളതാണ്. അപ്പം ഈശ്വരീയമായ വിഷയങ്ങൾക്കൊക്കെ പൂർവ്വജന്മത്തിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹു ഈ പ്രാവശ്യം വരുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരും. അതേസമയത്ത് സെൽഫിഷായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പൂർവ്വജന്മത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ രാഹു വരുന്നത് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലായിരിക്കും, കുജൻ്റെയോ ശനിയുടെയോ ഒക്കെ യോഗത്തിലായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ സ്വന്തം കാര്യം, സ്വന്തം വളർച്ചയ്ക്കും ഒരുപക്ഷെ സന്യാസത്തിനോ ഏകാന്തതയ്ക്കോ അമിത പ്രാധാന്യം നൽകിയിരിക്കാം.
മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാനോ ഒരു പങ്കാളിയുമായി ഒത്തുപോകാനോ നിങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളത് കൊണ്ടും, അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഐ എന്ന ഭാവം നിങ്ങൾക്ക് പൂർണ്ണമായി അനുഭവിച്ചു തീർത്തു. പക്ഷേ വി അല്ലെ നമ്മൾ എന്ന ഭാവം അപൂർണമായിട്ട് കിടക്കുകയും ചെയ്യുന്നു എന്നുള്ളത് 7th ഹൗസ് രാഹുവിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പം പൂർവ്വജന്മത്തിൽ ഈശ്വരീയ കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കുമാണ് കുറേയൊക്കെ നമ്മളതിന് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ കാർമിക് ഡെപ്റ്റ് തിരിച്ചടിക്കുമ്പം അല്ല ഇൻകംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുമ്പം ആ സ്പിരിച്വലായിട്ട് ചെയ്ത അതിൻ്റെ സുഹൃതങ്ങളും കൂടെ ചേർന്ന് വരുമ്പം ഒരേ സമയം തന്നെ ഈശ്വരീയ കാര്യങ്ങളായിട്ടുള്ള ഒരിത് വരും. അപ്പോൾ ഈ ജന്മം ആ വി എന്നുള്ള ആ കാര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പലപ്പോഴും അത് കഷ്ടപ്പെടുമ്പോൾ കിട്ടാതെ വരുമ്പം ഉണ്ടാവുന്ന സങ്കടങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം കഴിഞ്ഞ ജന്മത്തിൽ എങ്ങനെയാണോ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയത്, സ്നേഹിച്ചവരെ ഒറ്റപ്പെടുത്തിയത്, അത് തിരിച്ച് അനുഭവിക്കാനുള്ള ഒരു യോഗം വരും എന്നുള്ളതാണ് ഒരു ഇൻഡിക്കേഷൻ. ഒരു ഫാൻറ്റസി വേൾഡുകൾ നിങ്ങൾക്കുണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ തുടക്കം അത് ഭംഗിയാവും. പക്ഷേ കുറച്ച് കഴിയുമ്പം ഫാൻറ്റസികൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്തെന്നിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഡെപ്റ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് സാറ്റേൺ രാഹു, കുജൻ രാഹു, ശുക്രൻ രാഹു, ഇതൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് കുടുംബജീവിതത്തിൽ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ രാഹു 7 നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ വിവാഹത്തോടും പ്രണയത്തോടും അടങ്ങാത്ത ഒബ്സഷനുള്ള ഒരാളായിരിക്കും എന്ന് സ്വയം തോന്നും. പക്ഷേ രാഹുവിൻ്റെ സ്വഭാവം കാരണം നിങ്ങളെ പങ്കാളി തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കാതിരിക്കാനോ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പാഠം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കുറേ നല്ല കാര്യങ്ങളുണ്ട് 7th ഹൗസ് രാഹുവിൻ്റെ. അത് ഞാൻ എന്താണെന്നുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. പലപ്പോഴും നിങ്ങളുടെ ഈഗോ തകർക്കുന്ന, നിങ്ങളുടെ പിടിവാദങ്ങൾ തകർക്കുന്ന, നിങ്ങളുടെ അഹംബോധത്തെ തകർത്ത് ഈശ്വരീയതയിലേക്ക് നയിക്കുന്ന, ഈശ്വരനുമായി തന്നെ ഒരു റിലേഷൻഷിപ്പ് വരുന്ന രീതിയിലുള്ള ഒരു പങ്കാളിയെ ആയിരിക്കാം ലഭിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾ ക്ഷമിക്കാനും സഹകരിക്കാനും സഹിക്കാനും അതുപോലെ തന്നെ ഈശ്വരനോടെ അടുക്കാനും ഒബ്സഷൻസൊക്കെ മാറി 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 പ്യൂരിഫൈ ആയി ജീവിതത്തിലൊരു വിജയം നേടാനുമുള്ള അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വികസിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഇതാണ് ഒരു ബേസിക്കായിട്ടുള്ള 7th ഹൗസ് രാഹു. ഇനിയും ബേസിക്കായിട്ടുള്ളൊരു 7th ഹൗസ് കേതുവിനെ കുറിച്ചും നമ്മൾ നോക്കാം. രാഹു 1st ഹൗസിൽ വരികയും കേതു 7-ൽ വരികയും ചെയ്താൽ പഴയ കണക്കുകൾ തീർക്കാനെന്നുള്ളതാണ്. അത് വേറൊരു രീതിയിലാണ്. മറ്റേത് രാഹു എന്ന് പറയുന്നത് കുറച്ചും കൂടെ അടിമത്വമാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇവിടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും പങ്കാളിക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുകയും സ്വന്തം വ്യക്തിത്വത്തിന് വേണ്ടി ഒരു തരത്തിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഡിപ്പെൻഡഡ് ആവുകയും ചെയ്യുകയും ചെയ്തതിനാൽ നിങ്ങളുടെ സന്തോഷം, ദുഃഖം, അസ്തിത്വം എന്നിവയെല്ലാം പങ്കാളിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് പങ്കാളിയുമായിട്ടുള്ള ബന്ധം വളരെ തീവ്രമായിരിക്കും. അതിനാൽ ആ അനുഭവം ആത്മാവിന് മടുത്ത് ഒരു സാച്ചുറേറ്റഡ് പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ ആത്മാവിന് മടുത്തു തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ പോലെ തന്നെ നിങ്ങൾ ഈ ജന്മവും പങ്കാളിയോട് വളരെ അടുപ്പത്തിൽ പെരുമാറാൻ ശ്രമിക്കും. എന്നാൽ അത് മടുത്തു തുടങ്ങും, ആത്മാവിന് മടുത്തു തുടങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. എപ്പോഴും ലഗ്നത്തിൽ രാഹുവും 7-ൽ കേതു, അല്ലെങ്കിൽ 7-ൽ കേതു ലഗ്നത്തിൽ രാഹു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയമായിരിക്കും എന്നുള്ളത് ഒരു 10,000 ഹോറോസ്കോപ്പ് കൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്.
ഒന്നും രണ്ടുമൊന്നുമല്ല. ഇതിനകത്ത് ഈ രാഹുകേതുക്കളിൽ എനിക്ക് വേണമെങ്കിൽ കുറച്ച് സ്വയം പുകഴ്ത്തൽ ആത്മഹത്യാപരമാണ് എങ്കിലും പുകഴ്ത്തലിൻ്റെ ഗ്രഹമായിട്ടുള്ള ഒബ്സഷൻസിൻ്റെ, ഫാൻറ്റസിയുടെ, മിറാഷിൻ്റെ ഒക്കെ ഗ്രഹമായിട്ടുള്ള രാഹു ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് പുകഴ്ത്താം, പത്തി വിടർത്തി വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത സമയത്ത് യൂട്യൂബിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ അടുത്ത സമയത്ത് മലയാളത്തിൽ ചെയ്യുന്ന വീഡിയോയിൽ രാഹുകേതുക്കളെ ഇത്രത്തോളം നിരീക്ഷിച്ച ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് മിനിമം ഒരു 2000-ന് മുകളിലുള്ള ഹൊറോസ്കോപ്പ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതാ രാഹുകേതുക്കൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയമായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ ജന്മത്തിലെ കേതുവിൻ്റെ കാർമ്മിക ലക്ഷ്യം, കാർമ്മ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സെൽഫ് ഡിസ്കവറിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഒരു വളരെ ഒബ്സസ്ഡായിട്ട് ഭർത്താവിനോട് അല്ലെ ഭാര്യയോട് ഇടപെട്ട് കുറച്ച് കഴിയുമ്പം അവർ നിങ്ങളുമായിട്ടൊരു തരത്തിലുമുള്ള ഒരു ചേർച്ച വരാത്തൊരവസ്ഥ വരും. എന്നാൽ ഈ ബന്ധം പോവോ? അതുമില്ല. അപ്പോൾ 7-ൽ കേതു നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യം ഒരുതരം ശൂന്യത അനുഭവപ്പെടും എന്നുള്ളതാണ്. ഒരു വോയിഡ് എന്നൊക്കെ പറയില്ല, ഒരു ശൂന്യത, ഒരു വാക്വം ഫീൽ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പങ്കാളി അടുത്തുണ്ടെങ്കിലും മാനസികമായിട്ടൊരു അകലം പാലിക്കുന്നതായിട്ട് തോന്നും എന്നുള്ളത് ഉറപ്പാണ്. എനിക്കത് വളരെ കൃത്യമായിട്ട് പലരുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പങ്കാളി രോഗിയാവാനോ അല്ലെങ്കിൽ പങ്കാളിയുമായി ഒരു ചേർച്ച വരാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക താല്പര്യങ്ങൾ കുറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ആ ഒരു വിഷയം വരാനോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളൊക്കെ വരാനോ ഒക്കെയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള പെയിനോ വേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതകളും അത് നിമിത്തമുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ ഭർത്താവിനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്താം. അല്ലെങ്കിൽ ഭർത്താവിനോട് അമിതമായ സ്നേഹം വന്നിട്ട് ഒരു മടുപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്ന പോലെ തിരിച്ച് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു മടുപ്പ് വന്ന് സ്വന്തം കാര്യം നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേതു നിൽക്കുന്നവർക്കൊരു പ്രശ്നം വരാനോ ശാരീരിക ബുദ്ധിമുട്ടുകളോ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരുതരം ശൂന്യതയിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. വിധി എന്താണെന്ന് ചോദിച്ചാൽ പങ്കാളി പലപ്പോഴും മുൻജന്മത്തിലെ ബാക്കിയാക്കിയ കണക്കുകൾ തീർക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കുക. അത് തീരുന്നതോടെ ചിലപ്പം അകൽച്ചയോ വേർപിരിയലോ അല്ലെങ്കിൽ ആത്മീയമായ ഒരു വിരക്തിയോ അല്ലെങ്കിൽ പരസ്പരം ഒരു കുടക്കീഴിൽ നൈറ്റ് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വരികയോ ഒക്കെ ചെയ്യാം. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പ്രപഞ്ചം നിങ്ങളെ നിർബന്ധിക്കുന്ന അവസ്ഥയാണ് 7th ഹൗസ് കേതു, 1st ഹൗസ് രാഹു എന്ന് പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്വന്തം അവനവനിലേക്ക് തിരിയണം, അവനവൻ്റേതായ കാര്യങ്ങൾ മനസ്സിലാക്കണം, അവനവൻ്റേതായ ലോകങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ അപ്പോഴും ആ ഡെപ്റ്റ് അവിടെ ഉണ്ടാവും, 7th ഹൗസ് അവിടെ ഉണ്ടാവും. അതിലേക്കായിരിക്കും നിങ്ങൾ ആദ്യം ഒബ്സസ്ഡ് ആവുന്നത്. പക്ഷേ അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വിരക്തി വന്ന് അതിൽ ഡിപ്പെൻഡായി നിൽക്കുന്ന നിങ്ങൾ അതിൽ നിന്ന് വിരക്തി വന്ന് നിങ്ങൾ സ്വയം ഒരു സാച്ചുറേഷൻ പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം 7th ഹൗസ് രാഹു എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിൽ അവഗണിക്കപ്പെട്ടതിൻ്റെ ശാപതാപങ്ങൾ. അപ്പോൾ ഈ ജന്മം എന്തുവാ? മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശീലിക്കുക, ഫാൻറ്റസികൾ കുറഞ്ഞ് മുന്നോട്ട് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരിക. 7th ഹൗസ് തന്നെയാണ്. അപ്പം 7th ഹൗസിൽ രാഹു നിൽക്കുമ്പോൾ അതാണ് ഫോക്കൽ പോയിൻ്റ്. അപ്പം നല്ലൊരാൾ വരാൻ പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ളൊരു അടുപ്പം നോക്കുക, അല്ലെങ്കിൽ ഈശ്വരനോടുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സ്നേഹം ഉണ്ടാവാൻ നന്നായിട്ട് ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ബാക്കിയുള്ളവരെല്ലാം ഈശ്വരനുമായിട്ടുള്ള അടുപ്പം വരുമ്പം സ്വാഭാവികമായിട്ടും ഉള്ളിൽ ആനന്ദം സ്ഫുരിക്കുമ്പം മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. കേതു 7-ൽ നിന്നാൽ ബന്ധങ്ങളിൽ അമിതമായി കുടുങ്ങിപ്പോയതിൻ്റെ ശാപതാപങ്ങളാണ്.
അർഹിക്കുന്നതിന് അധികം കൊടുത്താലും കർമ്മഫലം വരും എന്നുള്ളതാണ്. ഞാൻ എന്തുമാത്രം എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷേ എനിക്ക് തിരിച്ച് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റി കളഞ്ഞാലും വളർന്നേ കളയാവും. അതങ്ങനെയാണ്. ഇല്ലെങ്കിൽ വളരെ വലിയ വേദന ഉണ്ടാവും. ഈ ആത്മാർത്ഥത കൂടിയിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെ ഇടപെട്ടാലും അത് സ്വീകരിക്കാൻ കഴിയുന്ന, അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളല്ല അപ്പുറത്ത് എങ്കിൽ വേദന ഉറപ്പാണ്, 100%. അതുണ്ടാക്കുന്ന മുറിവുകൾ എന്ന് പറയുന്നത് തിരിച്ച് കയറി വരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഡിപ്രഷനിലേക്ക് പോകാം, ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോയെന്ന് ഇരിക്കാം. രാഹുവും കേതുവും ഒക്കെ ആയതുകൊണ്ട് തന്നെ മനസ്സ് മോശമായ രീതിയിൽ, അതായത് സൂയിസൈഡ് ടെൻഡൻസി പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ട്രോമ നിമിത്തം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഇവിടെയും രാഹുകേതുക്കളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പം സർപ്പപ്രീതി വരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ശ്രീഭൈരവിയിലെ പ്രധാനപ്പെട്ട, നമ്മുടെ ഗുരുകുലത്തിലെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ദേവത എന്ന് പറയുന്നത് നാഗരാജാവായതുകൊണ്ടായിരിക്കാം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം രാഹുകേതുക്കളിലേക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനും മനസ്സിലാക്കാനും എൻ്റെ ചുരുളുകളൊക്കെ അഴിച്ചെടുക്കാനും സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് സത്യവും. വിശ്വസിക്കുന്നതല്ല, അതാണ് സത്യം. അപ്പം അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള പൂജയും സർപ്പപൂജയാണ്. നാഗരാജാവിനുള്ള പൂജയും സർപ്പബലിയൊക്കെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. ഉപാസനാമൂർത്തിയുടെ പൂജ കഴിഞ്ഞാൽ, ഉപാസനാമൂർത്തിയുടെ വിഷയങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അതാണ്. അപ്പോൾ അതുകൊണ്ട് സർപ്പപൂജ തന്നെയാണ് പ്രധാനം. അതുപോലെ തന്നെ കാളഹസ്തി പോലുള്ള ക്ഷേത്രങ്ങൾ, കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അതേപോലെ ത്രയംബകേശ്വർ ജ്യോതിർലിംഗം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിലുള്ള സർപ്പക്ഷേത്രങ്ങളിൽ വെട്ടിക്കോട് മണ്ണാറശാല, പാമ്പുമേക്കാട്, അല്ലെങ്കിൽ നമ്മുടെ ശ്രീഭൈരവി പോലുള്ള സർപ്പക്ഷേത്രങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം ഇതിനോടൊപ്പം ചെയ്യേണ്ട ചില ബിഹേവിയറൽ റെമഡീസും കൂടി ഞാൻ പറയാം. രാഹു 7-ൽ നിന്നാൽ പങ്കാളിയെ വിമർശിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. അത്രേ വിധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വിചാരിക്കുക, അത്രയേ ഉള്ളൂ എന്നങ്ങോട്ട് കരുതുക. കേതു 7-ലുള്ള ഒരു പങ്കാളിയിൽ നിന്നും അമിതമായി സ്നേഹം പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. പകരം ആത്മീയമായിട്ട് സ്വന്തം കാര്യം ശ്രദ്ധിക്കാം. രാഹു 7-ൽ നിൽക്കുന്നവർ പങ്കാളിൽ നിന്ന് പ്രതീക്ഷിക്കാം, പക്ഷേ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശീലിക്കണം. കാരണം രാഹു അങ്ങ് വിസ്തരിക്കും. എത്രത്തോളം കിട്ടിയാലും അത്രത്തോളം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പോൾ അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ വരും, വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസികൾ വരും, പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് വിമർശിക്കുന്ന ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈശ്വരനിലേക്ക് ആ ഒരു ഇത്, ഈ കൃഷ്ണനെ അല്ലെങ്കിൽ മഹാദേവനിലേക്കൊക്കെ ആ ഒരു പ്രണയം, ആ ഒരു ഭക്തിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഒരു നല്ലതായ ഒരു അവസ്ഥ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും അത് മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കേതു 7-ലുള്ളവർക്ക് പങ്കാളിയിൽ നിന്നും അമിതമായിട്ടുള്ളൊരു സ്നേഹം പ്രതീക്ഷിക്കരുത്. അവരധികം വലിയ വാല്യൂ ഒന്നും തരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പകരം ആത്മീയതയിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിനുള്ളൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു ചൊല്ലുണ്ട്, മോഹിച്ചാൽ രാഹു തരില്ല എന്നും മടുത്താൽ കേതു വിടില്ല എന്നും. അപ്പോൾ 7-ാം ഭാവത്തിൽ പാമ്പ് പത്തി വിരിച്ച് നിൽക്കുന്നത് വെറും ദാമ്പത്യം തകർക്കാനല്ല എന്നുള്ളത് ഓർക്കുക. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ബാക്കി വെച്ച കണക്കുകൾ പലിശ സഹിതം ഈ ജന്മത്തിൽ തീർക്കാനാണ് 7-ൽ കേതു ഒളിഞ്ഞിരിക്കുന്നത്. മടുപ്പ് മാറ്റി സ്വന്തമായി ഫോക്കസ് ചെയ്യാനാണ്. മടുത്താൽ കേതു വിടില്ല. അതിങ്ങിട്ട് അത് സ്വയം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം എല്ലാവരെയും നാഗരാജാവ് അനുഗ്രഹിക്കട്ടെ. ഫണാഷ്ടശതശേഖരത്തോടു കൂടിയിരിക്കുന്ന കാമരൂപനായിരിക്കുന്ന
മഹാബലവാനായിരിക്കുന്ന സുരന്മാരും അസുരന്മാരും സുരാസുര നമസ്കൃതനായിരിക്കുന്ന സുരന്മാരും അസുരന്മാരും ഒരുപോലെ നമസ്കരിക്കുന്നവനായിട്ടുള്ള ഫണാഷ്ടശതശേഖരത്തോടു കൂടിയിരിക്കുന്ന വാസുകിയായിരിക്കുന്ന നാഗരാജാവും അനന്തസ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഷ്ടനാഗസമേതനായിരിക്കുന്ന മഹാദേവനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.